ഹായ് ഫ്രണ്ട്സ്, റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓൾഡ് ഷർട്ട് കൊണ്ട് ഒരു ബേബി ടോപ്പ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മൾ ഈ ഷർട്ട് കൊണ്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഈ മോഡലാണ് നമ്മൾ അടിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് ഓപ്പൺ ആണ്. ഷർട്ടിൻ്റെ ഫ്രണ്ടിലെ ആ പട്ടിയും ആ ബട്ടൺസും വെച്ച് കണ്ടുള്ള ഓപ്പൺ ആണ് ബാക്ക് സൈഡ്. പിന്നെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ പ്ലീറ്റ് ഇട്ട് കണ്ടൊരു ടൈപ്പാണ്. ഫസ്റ്റ് ഷർട്ട് ഇതുപോലെ നീർത്തിട്ടിട്ട് ഇതിൻ്റെ സെൻറ്ററാണ് കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് എത്ര നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഏകദേശം ആ ലെങ്ത്ത് വെച്ചിട്ടാണ് സെൻറ്റർ കട്ട് ചെയ്യണത്. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ലൈന് വരച്ച് കണ്ട് കട്ട് ചെയ്ത് മാറ്റാം. ഏകദേശം ഇത് കട്ട് ചെയ്യണത് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ബട്ടൺസിൻ്റെ സെൻറ്ററിലൊരു ബട്ടൺസിന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യണത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഫോൾഡ് ചെയ്തിടുക. ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു റിഗാള് കട്ട് ചെയ്യണം കേട്ടോ. ഇത് അളവെടുക്കണോ മാർക്കിങ്ങോ ഒന്നുമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ ഇത് നീർത്തിടുമ്പോൾ അതുപോലെ വരും. ആ പീസ് നീർത്തിട്ടാൽ ഇതാ ഈ ഭാഗം വരേണ്ടത് ഈ ബട്ടൺസുള്ള ഭാഗം വരുന്നത് ഈ ടോപ്പിൻ്റെ ബാക്ക് സൈഡാണ്. ഓക്കെ, ഇത് വരേണ്ടത് ടോപ്പിൻ്റെ ഫ്രണ്ട് കേട്ടോ. ഇനി അടുത്തത് ഒരു പീസ് കട്ട് ചെയ്യാണ്. അടുത്തത് കൈയാണ് കട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ബാക്കിൽ നിന്ന് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഞാൻ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഷർട്ടിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് ആ പീസ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇത് കൈ കട്ട് ചെയ്യാണ്. ഒരു പീസ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇതേപോലെ ഡബിളാക്കി മടക്കിയിട്ട് പിന്നെ സെൻറ്ററും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് എത്ര കൈ വേണ്ടു വെച്ചാൽ ആ കൈയിൻ്റെ ലെങ്ത്തിലാണ് അത് പീസ് കട്ട് ചെയ്തത്. അങ്ങനെ 2 പീസ് ഒരേപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി അത് രണ്ടും ഇതുപോലെ ഒപ്പം വെച്ചുകൊണ്ട് സെൻറ്ററും ഫോൾഡ് ചെയ്തിട്ടുകൊണ്ട് ഒരു ഭാഗം ചെറിയൊരു ഷേപ്പ് വരയ്ക്കണം. അതിന് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ കാണേണ്ട അളവിലൊരു ഷേപ്പ്. അങ്ങനെ 2 പീസ് വരും. അപ്പോൾ 2 പീസ് അത് കൈയായി. ഇനി ഒരു പീസ് കട്ട് ചെയ്യാണ്. ഇതാ ഇതേപോലത്തെ 4 പീസ് വേണം. സെയിം അതേ വലുപ്പത്തിൽ അതേ വീതിയിലുള്ള 4 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇത് ഏകദേശം ഇപ്പോൾ ഒരു വീതി ഇതിൻ്റെ ഒരു 2.5 ഇഞ്ച് വീതി ഉണ്ടാകും. ഏകദേശം ഒരു നീളം ഒരു 9 ഇഞ്ചും ഉണ്ടാവും കേട്ടോ. അളവെടുത്തിട്ടൊന്നുമില്ല. അതേപോലെ 4 പീസ് ഒരേ സെയിമിൽ 4 പീസും കട്ട് ചെയ്തെടുത്തു. 2 കൈയും കട്ട് ചെയ്തെടുത്തു. അതുപോലെ ഫ്രണ്ട് ബാക്ക് ഇത്രേ ഉള്ളൂ. ഇത്ര മതി. ഇത് വെച്ചിട്ടാണ് നമ്മൾ അടിക്കേണ്ടത് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. നമ്മൾ 4 പീസ് ഒരേപോലത്തെ 4 പീസ് കട്ട് ചെയ്തില്ലേ, അതിൽ 2 പീസിന് എടുത്തിട്ടോ. 2 പീസിന് എടുത്തിട്ട് ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് ഇതിലൊരു അടി അടിക്കുക. ആ തെല്ലിനും സ്റ്റിച്ച് ചെയ്യുക. വെറുതെ ഫോൾഡ് ചെയ്ത് കണ്ട ഒരൊറ്റ സ്റ്റിച്ചിങ്. അതിനോട് മടക്കി വെക്കണോ അങ്ങനെ പരിപാടി ഒന്നുമില്ല. സെൻറ്ററും ഫോൾഡ് ചെയ്ത് കണ്ട് ഒരൊറ്റ സ്റ്റിച്ചിങ്. അങ്ങനെ 2 പീസ് സ്റ്റിച്ച് ചെയ്തിട്ടോ. ഇനി 2 പീസ് ഉണ്ട് ബാലൻസ്. അതിലൊരു പീസ് എടുത്തു. ഒരു പീസ് എടുത്തിട്ട് ഈ പീസ് ഫ്രണ്ടിൽ വരും. ആ പീസ് ഫ്രണ്ടിൽ ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടാണ് കേട്ടോ. ഒപ്പം വെക്കുക. ആ 2 പീസും ഫസ്റ്റ് ഒപ്പം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഒപ്പം വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് പോരും കേട്ടോ. 4 ഇഞ്ചിൽ ഓരോ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കണ്ട് ഫുള്ളായിട്ട് പോരുക. അങ്ങനെ ആ പീസ് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ടു കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചിട്ട് ഈ ഒരു ഭാഗം ഒന്നും ഫോൾഡ് ചെയ്ത് ഒരു 4 ഇഞ്ചിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അത് ഇതിമക്ക് വെച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. തെല്ലിന് അടിക്കുകയാണ്. ഇതിൻ്റെ അടിഭാഗമൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്യണില്ല കേട്ടോ. കാരണം അടിഭാഗം ബോട്ടണൊക്കെ ഷർട്ടിൻ്റെ ബോട്ടം തന്നെ അടിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇട്ടിക്കുകയാണ്. വേറെ സ്റ്റിച്ചിങ് ഒന്നുമില്ല.
ഇതേപോലെ വരും. ഈ 2 പീസിൽ നമ്മൾ ഫസ്റ്റ് അടിച്ച് വെച്ച പീസില്ലേ, ഈ ഭാഗം തുമ്പാണ്. ആ തുമ്പ് വരേണ്ട ഭാഗം, ആ ഭാഗമാണ് തുമ്പ്. ഡബിളായി കിടക്കുന്നുണ്ട് തുമ്പ്. ഇവിടെ ഇപ്പുറം ഫോൾഡിങ്. ആ തുമ്പ് വരേണ്ട ഭാഗം ഈ സൈഡിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആ പീസിൻ്റെ തെല്ലിന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക. എന്നിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ ഈ പീസ് വെക്കുക. അതിൻ്റെ ആ തുമ്പുള്ള ഭാഗം ഈ സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ആ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇതുപോലെ വരും. ഇതിൻ്റെ സൈഡത്തെ ആ തുമ്പൊക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ കൈ വരുന്നുണ്ട്. അപ്പോൾ അത് ഉള്ളിലേക്ക് കവർ ചെയ്തിട്ട് പോകും കേട്ടോ. അവിടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. പിന്നെ ഇതേപോലെ വരും. ഓക്കെ, ഇനി അടുത്തത് ബാക്ക് പീസാണ് അടിക്കാനുള്ളത്. ബാക്ക് പീസ് എടുത്തു. നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് ആ ചെറിയ പീസ് ഉണ്ടല്ലോ, 4 പീസിലെ ഒരു പീസ്, ആ പീസ് എടുക്കുകയാണ്. ആ പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ആ പീസിൻ്റെ സെൻറ്ററിന് കട്ട് ചെയ്യണം കേട്ടോ. 2ആയിട്ട് കട്ട് ചെയ്യാണ്. ഓക്കെ, 2 ഭാഗമായി ആ പീസ്. എന്നിട്ട് ആ പീസ് ഇതിന് വെച്ചിക്കാണ്ട് പ്ലീറ്റ് ഇട്ടാണ്. ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇവിടുന്ന് തുടങ്ങുമ്പോൾ ഇത് 2 പീസും ഒപ്പം വെക്കാൻ പാടില്ല. അതായത് ആ ചെറിയ പീസ് കുറച്ച് ഒരു 1/4 ഇഞ്ച് തള്ളി വെക്കുന്നുണ്ട്. കാരണം അത് ഫോൾഡ് ചെയ്യണം, ആ സൈഡ് പിന്നെ ഫോൾഡ് ചെയ്യണം. അതിന് വേണ്ടി ഫസ്റ്റ് വെച്ചപ്പോൾ ആ ചെറിയ പീസ് 1/4 ഇഞ്ച് പുറത്തേക്ക് തള്ളി വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടുക. ആ 2 സൈഡത്തെ തുമ്പ് ഒപ്പം വെച്ച് ഫുള്ള് പ്ലീറ്റ് ഇട്ട് പോരുക. ഇതേപോലെ ഇവിടെ ഒപ്പം വരും. ഈ സൈഡിൽ ഇവിടെ ഒപ്പം വരും. ഇവിടെ 1/4 ഇഞ്ച് പുറത്ത് വെക്കുന്നുണ്ട്. 1/4 ഇഞ്ച് പുറത്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കാണി ഇങ്ങനെ അടിക്കുകയാണ്. അതേപോലെ രണ്ടാമത്തെ സൈഡും അതേപോലെ തന്നെ പ്ലീറ്റ് ഇടുക. ഫസ്റ്റ് തുടങ്ങേണ്ട കൊടുത്ത റിഗാളിൻ്റെ അവിടുന്ന് തുടങ്ങേണ്ട ആ ഭാഗം അവിടെ 2 പീസും ഒപ്പം വരണം. ഈ സെൻറ്ററിന് അവസാനിക്കേണ്ട ഭാഗത്ത് ആ ചെറിയ പീസ് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ പുറത്തേക്ക് വെക്കണം. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിൽ പ്ലീറ്റ് ഇടുകയാണ്. ഞാനത് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ടു. എന്നിട്ട് അതുപോലെ വരും. ഈ സൈഡ് ഇതുപോലെ ഈ സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് ഈ ഭാഗം ഫോൾഡ് ചെയ്ത് കണ്ട് അടിക്കുകയാണ് കേട്ടോ. 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്തു. അതിന് മേലേക്ക് കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ ഇവിടെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ബട്ടൺസുമ്പോൾ കൊള്ളാതെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ബട്ടൺസുമ്പോൾ തട്ടിയാൽ സൂചി പോകും. ബട്ടൺസുമ്പോൾ തട്ടാതെ സൈഡിൽ കൂടി തന്നെ കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ബട്ടൻ്റെ എത്ര അടുത്ത് ബട്ടൺസ് വേണം കേട്ടോ. എന്നാലേ നമ്മൾ അതിങ്ങനെ ആ ഓപ്പൺ ക്ലോസ് ചെയ്ത് വരുമ്പോൾ മുകൾ ഭാഗം ക്ലോസ് ആയി കിടക്കുള്ളൂ. ഇനി ഇതും ഈ പീസും അതേപോലെ തന്നെ സൈഡ് ഫോൾഡ് ചെയ്യുക. 2 സൈഡ് ഫോൾഡ് ചെയ്തിക്കാണ്ട് നമുക്ക് കയറ്റടിക്കുക. എന്നിട്ട് ആ സൈഡ് അതുപോലെ അടിക്കുക കേട്ടോ. ആ പീസും അതേപോലെ തന്നെ അതിന് മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. അങ്ങനെ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കും ഫ്രണ്ടും ജോയിൻ്റ് ചെയ്യാണ്. ഈ 2 സൈഡിൽ വരുന്ന ഈ വള്ളി ഉണ്ടല്ലോ, ഈ കയർ, ഇത് സൈഡിൽ ഇതുപോലെ ജോയിൻ്റ് ചെയ്യാണ്. ഇതിവിടെ ഇങ്ങനെ വെച്ചടിക്കുക. കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ആ പീസിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ലാസ്റ്റ് എത്തുമ്പോൾ ആ പീസ് അതിനുള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഫ്രണ്ടും ബാക്കും ജോയിൻ്റ് ചെയ്തു. ഈ മറിച്ച് വരുമ്പോൾ ഇതുപോലെ വരും. ഇതാക്കണം. ഇനി കയ്യും പാടെ ഫിറ്റ് ചെയ്താൽ മതി.
ഈ കൈ ഇവിടെ ഇങ്ങനെ വരും കേട്ടോ. ഇതുവരെ കൈ വരുള്ളൂ, ആ പട്ടൻ്റെ അതുവരെ കൈ വരുള്ളൂ. കൈ എടുക്കുക, കൈയിൻ്റെ ഈ ഷേപ്പ് ഭാഗം ഫോൾഡ് ചെയ്തടിക്കുക കേട്ടോ. ഈ ഷേപ്പാണ് കൈയിൻ്റെ ബോട്ടം വരുന്നത്. ഈ ഷേപ്പ് ഭാഗം ഇതേപോലെ ഫോൾഡ് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 കൈ അതുപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ 2 കൈ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിമ്മ വെച്ച് അടിക്കുകയാണ് കേട്ടോ. സൈഡിൽ ഇതുപോലെ കൈ കഴിയുമ്പോൾ ആ പട്ടമ വെച്ച് അടിക്കുകയാണ്. ആദ്യം ഈ പട്ടൻ്റെ ഈ 2 ജോയിൻറ്റും ഒപ്പം വെച്ച് കണ്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു വെട്ടിടുക, ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കുക. ഇനി കൈ വരുന്നത് ഈ പട്ട തൊട്ട് ഈ പട്ട വരെ കൈ വരുന്നുള്ളൂ. ഓക്കെ, ഞാൻ കൈ അവിടെ വെച്ച് അടിക്കുകയാണ്. ഇതേപോലെ കൈ വെക്കുകയാണ്. ആ പട്ടൻ്റെ അവിടെ നിന്നാണ് കൈ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. ഇങ്ങനെ മറിക്കും. കറക്റ്റ് ആ പട്ടൻ്റെ അവിടെ നിന്ന് ആ ജോയിൻറ്റിൽ കറക്റ്റ് കൈ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക. ഈ കൈ നല്ല ലൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെൻറ്ററിൽ പ്ലീറ്റ് ഇട്ടാണ്. എന്നിട്ട് ആ സെൻറ്ററിൽ ആ വെട്ടും ഈ കൈയിൻ്റെ ഈ വെട്ടും ഒപ്പം വെക്കുക. ഒപ്പം വന്നിട്ട് ആ എക്സ്ട്രാ വരേണ്ട തുണി ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ഇടയിൽ പ്ലീറ്റ് ഇടുക. ആ പട്ടൻ്റെ ആ വെട്ടും കൈയിൻ്റെ സെൻറ്ററത്തെ വെട്ടും ഒപ്പം വെച്ചിട്ട് കൂടുതലുള്ള തുണി എക്സ്ട്രാ ഉള്ളതൊക്കെ അവിടെ പ്ലീറ്റ് ഇടുകയാണ്. എന്നിട്ട് ആ വെട്ട് 2 ഒപ്പം വരണം. ഒപ്പം വന്നിട്ട് ബാക്കി ആ സെൻറ്ററിൽ മാത്രമേ പ്ലീറ്റ് ഉള്ളൂ, പിന്നെ പ്ലീറ്റ് ഇല്ല. പിന്നെ ആ പട്ട വരെ അടിച്ചെടുക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ കൈ ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടുകയും ചെയ്യാം. ഇതുപോലെ വരും. സെൻറ്ററിൽ കുറച്ച് ഭാഗം പ്ലീറ്റ് ഉണ്ട്, 2 സൈഡിലേക്കും പ്ലീറ്റ് ഇല്ല. ഇതുപോലെ വരും. ഇനി രണ്ടാമത്തെ സൈഡ് അതുപോലെ കൈ ഫിറ്റ് ചെയ്യാണ് കേട്ടോ. ആ പട്ട മുതൽ തുടങ്ങുകയാണ്. കറക്റ്റ് ആ പട്ടൻ്റെ ഒപ്പം കൈ വെച്ച് കണ്ട് അടിച്ചെടുക്കുകയാണ്. സെൻറ്ററിൽ പ്ലീറ്റ് ഇട്ടും ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ റിഗാൾ ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസും എക്സ്ട്രാ കട്ട് ചെയ്ത റിഗാൾ, അതങ്ങനെ അവിടെ കിടക്കുകയാണ്. അതൊന്ന് ഫോൾഡ് ചെയ്തടിക്കുകയാണ്. അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കണ്ട് ആ സ്റ്റിച്ചിങ് അങ്ങനെ നേരെ ആ റിഗാളുമ്മ കൂടി ആ പട്ടമ്മ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക. അങ്ങനെ പോരുമ്പോൾ ആ കൈ ഫിറ്റ് ചെയ്തതിൻ്റെ തുമ്പ് ആ പട്ടൻ്റെ ഉൾഭാഗത്തേക്ക് ആക്കി കൊടുക്കട്ടോ. അതായത് നമ്മൾ റിഗാള തലക്കന്ന് ഇങ്ങനെ അടിച്ചു പോന്നു, അത് ഫുള്ളായിട്ട് അടിച്ചു പോന്നു, ആ പട്ടം കൂടി തന്നെ അടിച്ചു പോന്നു. പട്ടൻ്റെ മേലേക്ക് കയറി കൈയിൻ്റെ മേലേക്ക് എത്തുമ്പോൾ കൈയിൻ്റെ ഉള്ളിലത്തെ കൈ അടിച്ച തുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുകയാണ്. അതായത് ആ കൈ ശരിക്കും പതിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 സൈഡും 2 റിഗാളും അതുപോലെ അടിച്ചെടുത്തു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇനി 2 സൈഡും ജോയിൻ്റ് ചെയ്യാണ്. 2 സൈഡും ജോയിൻ്റ് ചെയ്താൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ സൈഡ് അടിക്കുകയാണ് കേട്ടോ. ഇതേപോലെ 2 തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് ഒരു 3/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ 2 സൈഡും അടിച്ചെടുക്കട്ടോ. 2 സൈഡും അടിച്ചു. ഇനി ഇത് മറിക്കുകയാണ്. ഇനി ഇത് മറിച്ചാൽ ഇതാ ഇതുപോലെ വരും. ഇത് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോ വെച്ചിട്ടുണ്ട്. ആ ബോ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ, ഒരു ബോ മാത്രം ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം. ആവശ്യമുള്ളവർ അതെടുത്ത് കാണുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.